വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഏതാനും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അവർ വെറും അബലകളും അപ്രസക്തരുമായ സ്ത്രീകളല്ല. വിശ്വാസം, സഹനം, സ്വഭാവ വൈശിഷ്ട്യം ഇവയെല്ലാം കൊണ്ട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണവർ. നമുക്കെല്ലാം മാതൃകയായേക്കാവുന്നവർ. സെന്റ് സെബാസ്റ്റ്യൻസ് യൂണിറ്റ് അത്തരം ഏതാനും സ്ത്രീരത്നങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഹൗവ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ആദത്തിന്റെ വാരിയലിൽ നിന്ന് സൃഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ ഹൗവ, മനുഷ്യകുലത്തിന്റെ ആദ്യ മാതാവ്. עבדים היינו אבל אתה בני חורים שס אדוני שירו לאדוני. സാറ അബ്രാഹമിന്റെ വന്ധ്യയായിരിക്കുന്ന ഭാര്യയാണ് സാറ. പിന്നീട് വാർദ്ധക്യത്തിൽ സാറായ്ക്ക് ലഭിച്ച വാഗ്ദത്ത പുത്രനാണ് ഇസഹാക്ക്. സാറായിലൂടെയാണ് അബ്രാഹമിന്റെ സന്തതികൾ മണൽത്തരി പോലെ പെരുകിയത്. റബേക്ക. ഇസഹാക്കിന് ദൈവഹിതപ്രകാരം ലഭിച്ച ഭാര്യയാണ് റബേക്ക. റബേക്കായുടെ 2 മക്കളാണ് ഏസാവും യാക്കോബും. ദൈവം തെരഞ്ഞെടുത്ത യാക്കോബിനെയാണ് റബേക്ക അധികം സ്നേഹിച്ചതും. എസ്തേർ തന്റെ സ്വഭാവ ഗുണത്തിലൂടെയും സൗന്ദര്യ തികവിലൂടെയും രാജാവിന്റെ പ്രീതി സമ്പാദിച്ച് രാജപത്നിയായി തീരുകയും ദൈവജനമായ ഇസ്രായേൽ ജനതയെ ഹാമാൻ എന്ന ദുഷ്ടനിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ദൈവം നിയോഗിച്ചപ്പോൾ 3 ദിവസം ഉപവാസമെടുത്ത് അതിനുവേണ്ടി പ്രയത്നിച്ച് വിജയിച്ച സ്ത്രീരത്നമാണ് എസ്തേർ. את היום הזה עד בוא המשיח מלך ישראל ימלוך אדוני לעולם ועד שירו לאדוני. റൂത്ത് നവോമി. നല്ല മരുമകളുടെ ഒരു പ്രതീകമാണ് റൂത്ത് എങ്കിൽ നല്ല അമ്മായിയമ്മയുടെ പ്രതീകമാണ് നവോമി. ഭർത്താവിന്റെ മരണശേഷം അമ്മായിയമ്മയെ വിട്ടുപോകാതെ ശുശ്രൂഷിച്ച റൂത്തിനെ നവോമിയുടെ ഇടപെടലിലൂടെ ഐശ്വര്യ സമ്പൂർണമായ പുതുജീവിതം നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. മർത്ത. ലാസറിന്റെ സഹോദരിമാരിൽ ഒരുവളാണ് മർത്ത. ലാസറിന്റെ മരണശേഷം ക്രിസ്തു ആ ഭവനത്തിൽ വന്നപ്പോൾ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം.
എന്ന് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞവളാണ് മർത്ത. ലാസറിന്റെ ഭവനത്തിൽ പലപ്പോഴും സന്ദർശിച്ചിരുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും സൽക്കരിച്ചിരുന്ന ഒരു സൽക്കാരപ്രിയയായിരുന്നു മർത്ത. כי גאלת את עמך האסר. לילה זה שומר כל ישראל אור גדול. മഗ്ദലന മറിയം യേശു മാനസാന്തരപ്പെടുത്തിയ പാപിനിയായ സ്ത്രീയായിരുന്നു മഗ്ദലന മറിയം. പിന്നീട് കടുത്ത ക്രിസ്തു ശിഷ്യയായി മാറുകയും അദ്ദേഹത്തിന്റെ കല്ലറ വരെ അനുഗമിക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനായിരുന്നു. മിരിയാം മോശയുടെയും അഹറോന്റെയും സഹോദരിയും പ്രവാചികയുമായിരുന്നു മിരിയാം. മോശയെ രഹസ്യത്തിൽ വളർത്തിയ അമ്മ 3 മാസത്തിനു ശേഷം പേടകത്തിൽ നദിയിൽ ഒഴുക്കി വിട്ടപ്പോൾ വിങ്ങുന്ന മനസ്സോടെ അവൻ എന്തു സംഭവിക്കും എന്ന് ഉറ്റുനോക്കിയിരുന്ന മിരിയാം ഫറവോയുടെ മകൾ കുഞ്ഞിനെ ഏറ്റെടുത്തപ്പോൾ പാലൂട്ടാൻ അമ്മയെ തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നു. പിന്നീട് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടപ്പോൾ തപ്പുകൊട്ടി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന മിരിയാമിനെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണാം. പരിശുദ്ധ കന്യകാമറിയം ദൈവപുത്രന്റെ അമ്മയാകാൻ ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ. ഇന്ന് ലോകം മുഴുവന്റെയും അമ്മയായി സ്വർലോക രാജ്ഞിയായി വിരാജിക്കുന്നു. ജോസഫിന്റെ ഭാര്യയായ മറിയം അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായി വിളങ്ങുന്ന സ്ത്രീരത്നമാണ്. ואת חזקה זרוע נטויה בערב הזה יצאנו בחופשי עבדים היינו אבל עלתה בני חורים כשאעש אדוני שירו לאדוני שירו חדש גדול הוא נאמן הוא דור ഇതാ ആദിയും അന്തവും ആയവൻ, മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിച്ചവൻ യേശു ക്രിസ്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞങ്ങൾ അവതരിപ്പിച്ച ഈ വിശുദ്ധ സ്ത്രീകളെല്ലാം ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്ന് ചൈതന്യം ഏറ്റുവാങ്ങിയവരാണ്. വിവിധ സ്വഭാവ വൈശിഷ്ട്യങ്ങളാൽ തിളങ്ങിയവർ. നമുക്കും ലോകത്തിന്റെ പ്രകാശമാകാം. ക്രിസ്തു കൊളുത്തിയ പ്രകാശം എവിടെയും പരക്കട്ടെ. അന്ധകാരം ഈ പ്രകാശത്തിൽ വഴിമാറട്ടെ. ഇന്ന് മാതൃദിനം. സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമായ എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദിപൂർവം സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്.